കൊച്ചിയിൽ വീണ്ടും നടുറോഡിൽ മയക്കുമരുന്ന് സംഘത്തിന്റെ വിളയാട്ടം. കത്തിയുമായി പരാക്രമം നടത്തിയ പാലാരിവട്ടം സ്വദേശി പ്രവീണിനെ അറസ്റ്റ് ചെയ്തു. പോലീസ് വാഹനത്തിന് ചില്ല അടിച്ചു തകർത്തു. കേസിൽ കോഴിക്കോട് സ്വദേശി റസ്സിലെയും കസ്റ്റഡിയിലെടുത്തു. വിഷ്ണു സുരേഷ് വിവരങ്ങൾ ചേർന്നു. വിഷ്ണു, ഇവർ ഇവിടുത്തെ പ്രബലമായ മയക്കുമരുന്ന് സംഘത്തിന്റെ കണ്ണികളാണോ? എന്താണ് ഇവരെപ്പറ്റി പോലീസ് പറയുന്നത്? എന്തായാലും പോലീസിനെ തീരെ പേടിയില്ല. കാശ്മീർ പോലീസിനെയൊന്നും പേടിക്കാത്ത ടീമുകളാണ്. അതായത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇവർക്കെതിരെ ലഹരി കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. കൊച്ചിയിലെ പ്രധാനപ്പെട്ട ലഹരി മാഫിയ കണ്ണികൾ തന്നെയാണ് ഇരുവരും. ഇന്നലെ 12:30 സംസ്കാര ജംഗ്ഷനിലായിരുന്നു ഇന്നലത്തെ ആ സംഭവം നടന്നത്. അതായത് ഈ പ്രവീൺ കത്തിയുമായി എത്തി ആ പ്രദേശത്തുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തി. ഇതാണ് പോലീസ് അറിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയത്. പോലീസ് എത്തി പ്രവീണിനെ കസ്റ്റഡിയിൽ എടുത്തപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന പെൺസുഹൃത്ത് റസ്ലി പോലീസിനോട് മോശമായി സംസാരിക്കുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്യുകയും ഒപ്പം ഈ പോലീസ് ജീപ്പിന്റെ ചില്ല് അടിച്ച് തകർക്കുകയും ചെയ്തത്. ഇരുവരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ പക്കൽ നിന്ന് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരാനുള്ളത്. വൈകുന്നേരത്തോടുകൂടി തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഒരു ഹോസ്റ്റൽ അടിച്ച് തകർത്ത കേസിലും രണ്ടുപേരും നേരത്തെ പ്രതിയായിട്ടുണ്ട്. NDPS കേസുകൾ മാത്രമല്ല, സ്ഥിരമായി ഇത്തരത്തിൽ നഗരപ്രദേശങ്ങളിൽ അക്രമം നടത്തുന്ന ആളുകൾ തന്നെയാണ് ഇവർ എന്നാണ് ലഭിക്കുന്ന വിവരം. ഹാഷ്മി, ലഹരി സംഘത്തിന്റെ വിളയാട്ടം അത് പുതിയ വാർത്തയല്ല, പ്രത്യേകിച്ച് കൊച്ചിക്കാർക്കെങ്കിലും അത് പുതിയ വാർത്തയല്ല. ഇത് ഒരു ലഹരി പ്രവീണിന്റെ ഗേൾഫ്രണ്ടും ചേർന്നാണ് പോലീസിനോട് നേർക്ക് അയക്കുന്ന ദൃശ്യങ്ങളൊക്കെ. ബോധം ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ടും ഈ മയക്കുമരുന്നിന് അടിമകളാകും. മയക്കുമരുന്നിന്റെ അതിഭീകരമായ പടർച്ചയെക്കുറിച്ചും പകർച്ചയെക്കുറിച്ചുമൊക്കെ ഈ നിയമസഭയിലടക്കം അടിയന്തര പ്രമേയം അനുവദിക്കപ്പെട്ട് ചർച്ചയൊക്കെ നടന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. എങ്ങനെ ചെറുക്കും എന്നതിനെപ്പറ്റി മാത്രം ആർക്കും യാതൊരു ധാരണയില്ല എന്ന് മാത്രം.